ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ എന്ത് തയ്യാറാക്കാൻ പോകുന്നത് എല്ലും കപ്പയാണ്. ചില സ്ഥലങ്ങളിൽ കപ്പ ബിരിയാണി എന്ന് പറയും. അപ്പോൾ നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 കിലോ കപ്പയാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ളതാണിത്. അതുപോലെ തന്നെ 1.5 കിലോ എല്ലും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതും കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുള്ളതാണിത്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ്. മുളക് പൊടി, മല്ലിപ്പൊടി, ഇറച്ചി മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, കറിവേപ്പില. ഇത് നമുക്ക് കപ്പയ്ക്ക് അരപ്പ് തയ്യാറാക്കാനായിട്ടാണ്. അപ്പോൾ തേങ്ങ ചിരണ്ടിയത്, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, ചുവന്നുള്ളി, വെളുത്തുള്ളി, കാന്താരിമുളക്. അപ്പോൾ കപ്പയ്ക്കുള്ള അരപ്പ് ഞാൻ ഇവിടെ ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രം എടുത്ത് വെള്ളം ഒന്ന് ചൂടാകാൻ വെക്കാം. വെള്ളം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കപ്പ ഇട്ട് കൊടുക്കണം. കപ്പ ഇപ്പോൾ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കപ്പയൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. അതിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റി കളഞ്ഞതിന് ശേഷം നമ്മൾ മുന്നേ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളത് അടച്ച് മാറ്റി വെക്കുകയാണ്. ഇനി നമ്മൾ കപ്പയിലേക്ക് വേണ്ട എല്ല് റെഡിയാക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മുന്നേ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന എല്ലിട്ട് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ മുന്നേ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുകയാണ്. മല്ലിപ്പൊടി, മുളക് പൊടി, ഇറച്ചി മസാലപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, പാകത്തിന് ഉപ്പ്. ഇനി അതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇപ്പം നമ്മുടെ എല്ലും ഇറച്ചിയെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനി നമ്മളിതിലേക്ക് മുന്നേ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ കപ്പയെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. മസാലയൊക്കെ കപ്പയിലേക്ക് ആകുന്നതിന് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ എല്ലും കപ്പയും റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.